നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിന്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിപ്രധാനം എന്ന് പറയാൻ കാരണം ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ എപ്പിസോഡിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ കൂടെ ഇന്നുള്ള അതിഥി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ്. ബ്രഹ്മശ്രീ ശ്രീ ചെറുതയൂർ അജിത് നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന ശാന്തിയേറ്റ കീഴ്ശാന്തി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു 6 മാസക്കാലത്തെ യാത്ര, ഗുരുവായൂരപ്പനോടൊപ്പമുള്ള യാത്ര എങ്ങനെയാണ്, എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് കേൾക്കാൻ അനേകം പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞ ആറാട്ടിന്റെ തിടമ്പ് എഴുന്നള്ളിച്ച അജയേട്ടന്റെ ഫോട്ടോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഒരുപാട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കൂ സവിത എന്ന് പറഞ്ഞിട്ട്. അന്ന് മുതലേ ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് അനുഭവങ്ങളിലൂടെ നമുക്ക് ഇന്ന് യാത്ര ചെയ്യാം. നമസ്കാരം. അപ്പോൾ എന്താണ് ശാന്തിയേറ്റ കീഴ്ശാന്തിയുടെ ആ ഒരു അനുഭവങ്ങൾ എന്നാണ് ഇന്നത്തെ ആദ്യത്തെ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ചോദ്യം. അതായത് ശാന്തിയേറ്റ കീഴ്ശാന്തിയുടെ അനുഭവം എന്ന് വെച്ച് പറയുമ്പോൾ, ഒരു ശാന്തിയേറ്റ കീഴ്ശാന്തിയുടെ അനുഭവം പങ്കുവെക്കാനുള്ള അർഹത ഉണ്ടോ അറിയില്ല. 10ഉം 13ഉം ശാന്തി ഏറ്റിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ശാന്തി ഏറ്റേണ്ട ഇതും ഒന്നും പറയാൻ യോഗ്യനല്ല. എന്നിരുന്നാലും ഈ 6 മാസക്കാലത്തുണ്ടായ ചെറിയ ചില അനുഭവങ്ങൾ പങ്കുവെക്കാം. ഈ 10ഉം 13ഉം ഊഴം ഏറ്റ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അങ്ങയുടെ ആദ്യത്തെ തവണയാണോ ഇത്? എൻ്റെ രണ്ടാമത്തെ ശാന്തിയാണിത്. ആദ്യത്തെ തവണ ഏറ്റത് ഏകാദശിക്കാലത്തായിരുന്നു. 2 ടേമായിട്ടാണ് ഞങ്ങളുടെ ശാന്തി വരിക. ഒന്ന് ഏകാദശിക്കാലും ഒന്ന് ഉത്സവക്കാലം. അപ്പോൾ 2 തവണയിൽ ആദ്യത്തെ ഏകാദശിക്കാലം ഞാൻ ഏറ്റു കഴിഞ്ഞതാണ്. ഇപ്പം രണ്ടാമത് ഭാഗ്യം കൊണ്ട് ഉത്സവക്കാലം കൂടി കിട്ടി. അത് ഏത് വർഷത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? അത് 2013. എന്താണ് ഇതിന്റെ ഒരു യോഗ്യത? ഏത് വർഷം, ഏത് വയസ്സ്, അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ കീഴ്ശാന്തിക്കാരെ 13 ഇല്ലക്കാർ 150ഓളം മെമ്പേഴ്സാണുള്ളത്. അതിൽ 3 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് ശാന്തി ഏൽക്കൽ ചടങ്ങ് വരുന്നത്. പിന്നെ പരസ്പര ബന്ധമില്ലാത്ത ഇല്ലങ്ങൾ തമ്മിൽ ആണ് ശാന്തി ഏൽക്കുക. പരസ്പരം പൊലാവാലായ്മൊന്നും വരാത്ത ഇല്ലങ്ങളാണ് ശാന്തി ഏൽക്കുക. അപ്പോൾ അങ്ങനെ 3 വർഷം കൂടുമ്പോൾ ഓരോ ഇല്ലത്തിൻ്റെയും ഊഴം അനുസരിച്ചിട്ടാണ് നമ്മൾ ശാന്തി ഏൽക്കൽ ചടങ്ങ് വരുന്നത്. അപ്പോൾ അതിന് 13 കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ ഊഴം വന്നത് ഈ സമയത്താണ്. ഊഴം വന്നാൽ മാത്രം പോരാ, ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഈ ശാന്തി ഏൽക്കൽ നടക്കുള്ളൂ. ഏജ് ലിമിറ്റ് ഉണ്ടോ? 30 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പൊ 30 വയസ്സിന് മുൻപ് ഒരു ഇല്ലത്തെ ആളുണ്ടെങ്കിൽ പോലും അവർക്ക് 30 വയസ്സായാൽ മാത്രമേ ഏൽക്കാൻ സാധിക്കൂ. തീർച്ചയായിട്ടും 30 വയസ്സായി എന്ന് കരുതിയിട്ട് അവർക്ക് ഏൽക്കാൻ സാധിക്കില്ല. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഊഴം വരണം. ഊഴം വന്നാൽ പോരാ, തറവാട്ടിലെ ഇതനുസരിച്ച് നമ്മളെ ഈ പ്രായം മാത്രം കണക്കാക്കല്ല, ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് യോഗ്യത നിശ്ചയിക്കേണ്ടത് ഭഗവാനാണ്. ശാന്തിയേറ്റ കീഴ്ശാന്തി മറ്റു കീഴ്ശാന്തിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ശാന്തിയേറ്റ കീഴ്ശാന്തിയും മറ്റു കീഴ്ശാന്തിക്കാരൻ്റെ പ്രധാന വ്യത്യാസം എന്താ ചോദിച്ചാൽ, പ്രധാനമായിട്ടും ശാന്തിയേറ്റാൽ മാത്രമേ നമുക്ക് തടമ്പ് തൊടാനുള്ള അർഹത ഉള്ളൂ. ഞാനിപ്പോൾ നാളെ ഇപ്പോൾ ശാന്തി എൻ്റെ ഇന്ന് ഊഴത്തോടുകൂടി കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ തടമ്പ് തൊടാൻ പാടില്ല. തടമ്പ് തൊടാനുള്ള അർഹത ശാന്തിയേറ്റ കീഴ്ശാന്തിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു മേൽശാന്തി എങ്ങനെയാണോ 6 മാസം പുറപ്പെടാ ശാന്തിയായിട്ട് ആചരിക്കുന്നത്, നമുക്ക് ഇല്ലത്ത് പോകാനുള്ള ഒരു അവകാശം, ഒരു ആനുകൂല്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്രഹ്മചര്യവ്രതമായിട്ടും അതുപോലെ പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, ഈ ദേശം വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ നിഷ്കർഷയോട് കൂടിയിട്ടാണ് ഈ 6 മാസക്കാലം കഴിയേണ്ടത്. ദേശം വിട്ട് പോകാൻ പാടില്ല, ചെറിയ യാത്രകൾ പോലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആവുമ്പോ ഈ എഴുന്നള്ളിപ്പ് എന്ന ഒരു ചുമതല മാത്രമല്ല കീഴ്ശാന്തിക്കുള്ളത്. അല്ല, സാധാരണ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇല്ലത്തേക്കുള്ള പ്രവൃത്തിയാണ്. ഈ 13 ഇല്ലത്തേക്കുള്ള പ്രവൃത്തിക്ക് പുറമെയാണ് നമുക്ക് ഈ ശാന്തി ഏൽക്കൽ എന്നുള്ള അവകാശം വരുന്നത്. അപ്പോൾ ഈ 13 ഇല്ലത്തിൽ ഊഴപ്രകാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊഴപ്രകാരം വരുന്നവരാണ് എഴുന്നള്ളിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ചുമതലയും, ഈ പ്രവൃത്തികളുടെ എല്ലാ ചുമതലകളും ശാന്തിയേറ്റമ്പൂരിൽ നിക്ഷിപ്തമാണ്. അതായത് ദേവസ്വത്തിൻ്റെ കണ്ണിൽ
ഈ കീശാന്തിക്കാരെ പ്രതിനിധിയായിട്ട് ശാന്തിയേറ്റ നമ്പൂരിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പണികളുടെയും ഉത്തരവാദിത്വം, ചുമതലയും, അവർക്കുള്ള ശമ്പള വിതരണം ഉൾപ്പെടെ എല്ലാം ഈ ശാന്തിയേറ്റാനുള്ള ചുമതലയാണ്. അത് ഞങ്ങൾ മാറി മാറി വരുന്ന ഈ രണ്ടുപേരിൽ ഈ നിക്ഷിപ്തമാണ്. രണ്ടുപേരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ദേവസ്വവും കീശാന്തിക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ഒരു രണ്ട് കീശാന്തിക്കാരിലൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഈ ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പൊ എഴുന്നള്ളിപ്പ് എന്നുള്ളതാണ് ഞങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ഞങ്ങൾ ഭക്തജനങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്നത് എഴുന്നള്ളിക്കുന്ന കീശാന്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുകളും വേറെയും ഉണ്ട്. പൊതുവെ കീഴ്ശാന്തിക്കാരുടെ ചുമതലകൾ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പം ദേവസ്വവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ദേവസ്വവുമായിട്ട് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടി വരാറുള്ളത്? ശമ്പളത്തിനെ കുറിച്ചുള്ളതാണോ അതോ എന്തിനെ കുറിച്ചാണ് ദേവസ്വവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്? അതായത് ക്ഷേത്രത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാർ എന്ന് പറയുമ്പോൾ 13 ഇല്ലത്തിലെ ആൾക്കാരാണെന്നാണ് മുന്നേ പ്രതിപാദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് വരുന്ന നിവേദ്യ സാധനങ്ങൾ മുഴുവൻ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഈ വഴിപാട് തയ്യാറാക്കണതിൻ്റെ ഒപ്പം തന്നെ ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് വരുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഏറ്റവും ഭാരിച്ച ജോലി ചെയ്യുന്ന വിഭാഗം, ഈ ഭാരിച്ച ജോലി ചെയ്യുന്ന വിഭാഗത്തിനെ വെറുതെ പാചകക്കാരെന്ന് പറഞ്ഞിട്ട് പലരും വിശേഷിപ്പിക്കാറുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷമുള്ളൂ. ഞങ്ങൾ ഭഗവാന്റെ പാചകക്കാരാണ്. ഭഗവാന്റെ പാചകക്കാരാവണതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് ക്ഷേത്രത്തിലെ ഒരു പണിയും എടുക്കാനും ഒരു പ്രവൃത്തി എടുക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കണക്കുകളായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ നമുക്ക് ബന്ധപ്പെടണം. ഇതുപോലെ തന്നെ ചകിരിയായിട്ട്, അടുപ്പായിട്ട്, കണക്കുകളായിട്ട്, പായസമായിട്ട്, കൗണ്ടറായിട്ട്, എല്ലാമായിട്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മുതലുള്ള എല്ലാ സെക്ഷനായിട്ടും നമ്മൾ തുടർച്ചയായിട്ടുള്ള ബന്ധം പോലെ ശാന്തിയേറ്റ നമ്പൂരിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള ഉത്തരവാദിത്തം മുഴുവൻ ശാന്തിയേറ്റ ആൾ നിക്ഷിപ്തമാണ്. അപ്പോൾ ദേവസ്വത്തിലെ എല്ലാവരുമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സഹകരണം, പരിപൂർണമായിട്ടുള്ള കോഓപ്പറേഷൻ. ഞങ്ങൾക്ക് ഈ 6 മാസക്കാലത്തിനിടയിൽ എനിക്കും എൻ്റെ കൂടെ ശാന്തിയേറ്റ കൃഷ്ണപ്രസാദിനും ഞങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. അതായത് ഏറ്റവും താഴെയുള്ള ജീവനക്കാരും മുതൽ ഏറ്റവും അഡ്മിനിസ്ട്രേഷൻ ലെവലുള്ളവർ വരെ ഞങ്ങളോട് 100% സഹകരിച്ചുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഞങ്ങളെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും ഗുരുവായൂരപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള തന്ത്രി അദ്ദേഹമാണ്. ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ട് തന്നെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ പേരും വാക്കൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നിയന്ത്രിക്കുന്നത് തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് അദ്ദേഹം പറയും. ശരിയുണ്ടോ, ശരിയുടെ കൂടെ അദ്ദേഹം ഉറച്ചു നിൽക്കും. അതിൽ യാതൊരു തർക്കമില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ ബഹുമാനമാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് മതിയാവില്ല. പ്രധാനമായിട്ടും പറയാനുള്ളത് ദേവസ്വം ചെയർമാൻ, മല്ലിശ്ശേരി സ്റ്റാഫ് മെമ്പർ, ഇങ്ങനെ മാനേജിങ് കമ്മിറ്റി. അപ്പോൾ അത്രയും എന്താ പറയുക, നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ന്യായമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടത്തി തരാൻ അവർ തയ്യാറാണ്. തീർച്ചയായിട്ടും ന്യായമല്ലെങ്കിൽ അത് തീരെ നമ്മൾ മനസ്സിൽ നിന്നെടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മേഖലയായിട്ടും ഈ ശാന്തിയേറ്റ നമ്പൂതിരിമാർ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരിതാണ്. ദേവസ്വത്തിൽ കീഴ്ശാന്തിക്കാരെ പ്രതിനിധിയായിട്ട് ശാന്തിയേറ്റ നമ്പൂതിരിമാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതൊരു വലിയ ഉത്തരവാദിത്വം, വലിയൊരു റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും. അപ്പം ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെ വരെയുള്ള, അതായത് ഈ 150 പേരിലെ ഓരോ ഇല്ലത്ത് വരുന്ന ഡിവിഷൻ, ഇത് മുഴുവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ശാന്തിയേറ്റ നമ്പൂതിരിക്കാണ്. അപ്പം ഞങ്ങളുടെ ഈ പ്രവൃത്തി ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ പഴയ ഒരു സിസ്റ്റത്തിലാണ്. പണ്ട് പൂർവികർ ചെയ്തു വന്നിട്ടുള്ളൊരു സിസ്റ്റം. ഈ സിസ്റ്റം ഞങ്ങളിന്നും തുടരുന്നു. ഈ തുടരുന്ന ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഈ വഴിപാടുകളുടെ ഈ വർധനവ് വന്നപ്പോൾ തന്നെ എന്താ ഉണ്ടായത് വെച്ചാൽ ചെറിയ പണികളിൽ ചെറിയ ബേസ് നിലനിർത്തിയിട്ട് ചെറിയ വേരിയേഷൻ വരുത്തി. പണികളുടെ വർധനവ് കാരണം, ജോലിഭാരം വരുന്ന കാരണം ചെറിയൊരു ഇത് വരുത്തി, കാലാനുസൃതമായിട്ടുള്ളൊരു മാറ്റം വരുത്തി. പണ്ട് കാലത്ത് വളരെയധികം ബുദ്ധിമുട്ട്, വളരെയധികം ദുരിതം, ദാരിദ്ര്യം ഇതൊക്കെ അനുഭവിച്ചിരുന്ന ഒരു തലമുറ, പൂർവികരുടെ തലമുറ ഉണ്ടായിരുന്നു. അവർ നിലനിർത്തിക്കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊടന്നിട്ടുള്ള അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു എന്തായാലും പറയേണ്ട ക്ലൈമാക്സ് എന്നോ അല്ലെങ്കിൽ ഒരു അവസാനമെന്നോ അതിൻ്റെ ഒരു ഭാഗ്യമെന്നോ എന്ത് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ശാന്തി ഏൽക്കുന്നത്. അവരുടെ ഒരു സുഹൃതം, അവരുടെ ഒരു അനുഗ്രഹം, അവരുടെ ചെറുത്തുനിൽപ്പ് എന്ത് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം.
അപ്പോൾ അവരനുഭവിച്ച് പോന്നിരുന്നിട്ടുള്ള ആ കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറി. കാലസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ഭൗതിക സാഹചര്യം മനുഷ്യന് അനിവാര്യമാണ്. ഭൗതിക സാഹചര്യം കൂടിയേ തീരൂ. അതിനെന്താണോ നമുക്ക് വേണ്ടത്, ഒരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇവിടുന്ന്, അതായത് ഈ പ്രവൃത്തി ഉപേക്ഷിച്ച് പോണം തോന്നിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ചോറ് പോലും ഇല്ലാത്ത കാലഘട്ടം, വെറും നേദ്യച്ചോറ് പോലും അത്രയും ദുരിതമായിട്ടുള്ള, ദാരിദ്ര്യമായിട്ടുള്ള, ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇവിടുന്ന് പോകേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നിങ്ങൾ എങ്ങടാണ് പോണത്? നിങ്ങൾ എൻ്റെ പരിചാരകരാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ സംരക്ഷിക്കാം. ആ കരുതല്, കരുതല്. അദ്ദേഹം ഒരു പിടിച്ചു നിൽപ്പ്, ചേർത്ത് നിൽപ്പ് അവിടെ ഉണ്ടായി. ഇതിനുശേഷം ഭൗതികമായിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളിലാണോ നമ്മൾ അനുഗ്രഹിക്കേണ്ടത്, അതിലെ ഭഗവാൻ നമ്മളെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇത്രയും, എന്തായാലും പറയാനുള്ളത് വേറെ വാക്കുകളില്ല, ഈ കാലഘട്ടത്തിലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഭഗവാൻ ഞങ്ങളെ എത്തിച്ചു. അധ്വാനമുണ്ട്, ഭാരിച്ച അധ്വാനമാണ്, ഓവർലോഡ് വരും, പലതും വരും. എന്ത് തന്നെ വന്നാലും നമുക്ക് ഇന്നൊരു പണി കഴിഞ്ഞാൽ നാളേക്ക് നമുക്ക് ഈ ക്ഷീണം ഉണ്ടാവില്ല. കാരണം നമ്മളല്ല പണിയെടുക്കണം, നമ്മുടെ കൂടെ ഉള്ള ആളെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ രണ്ട് കാലേ കാണുന്നുള്ളൂ, എടുത്ത് നടക്കണ രണ്ട് കാലം നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം. ഊഴപ്രകാരമാണ് ശാന്തി ഏൽക്കുന്നത് എന്ന് പറഞ്ഞോളൂ. ഈ ശാന്തി ഏറ്റ കീഴ്ശാന്തിയാണ് കീഴ്ശാന്തിക്കാരുടെ പ്രതിനിധി എന്നും പറഞ്ഞു. അപ്പോൾ ശരിക്കും അതൊരു ലീഡർഷിപ്പാണ്. ഈ ഒരു ലീഡർഷിപ്പിനെ മറ്റെല്ലാ കീഴ്ശാന്തിക്കാരും ഒരുപോലെ അംഗീകരിക്കാറുണ്ടോ? ഈ നേതൃത്വത്തിനെ അവര് ഒരുപോലെ തന്നെ ഏറ്റെടുക്കാറുണ്ടോ? അങ്ങനെ ഏറ്റെടുത്തോളന്നില്ല. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളിലും നമ്മൾ കൈക്കൊള്ളുന്ന അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും യോജിപ്പുള്ളവരുണ്ടാവും, വിയോജിപ്പുള്ളവരുണ്ടാവും. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. സ്വാഭാവികമാണ്. നമുക്ക് എന്താണോ അഭിപ്രായം, നമ്മളൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്താണോ പലതും കേൾക്കേണ്ടി വരും. നമ്മൾ ചെയ്യണതെല്ലാം ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് ശരി, നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണ്, അങ്ങനെ വിചാരിക്കുന്ന യാതൊരു അടിസ്ഥാനവുമില്ല. ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അവരെല്ലാവരും പറയണ കമൻറ്റുകൾ നമ്മൾ സ്വീകരിക്കുക. അതും നമ്മൾ ശരി എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ സമർപ്പിക്കുക. നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ, പറയണവർ പറയട്ടെ. നമ്മൾ മുന്നോട്ട്, നമ്മുടെ കൂടെ ആരാളുള്ളത്? ഭഗവാനുണ്ട്. ഈ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? മുന്നോട്ട് പോവാ, മുന്നോട്ട് ചലിക്കുക. അപ്പോൾ ഈ വിയോജിപ്പുള്ളവരെയും എതിർപ്പുള്ളവരെയൊക്കെ ഭഗവാൻ ഒന്നാക്കിക്കോളും. പിന്നെ നമ്മുടെ ആശയങ്ങളിലും നമ്മുടെ അഭിപ്രായങ്ങളിലാണ് തിരുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളോട് ഭഗവാൻ പറയും, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങളത് തിരുത്തുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറിയിക്കും, നമ്മൾ അറിയിക്കും. ഭഗവാൻ യാതൊരു സംശയം നമ്മളെ ഭഗവാൻ അറിയിച്ചിരിക്കും. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് ഈശ്വരക്കാരെല്ലാവരും യോജിച്ച് തന്നെ നിൽക്കും. അവസാനം അന്തിമമായ ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിൽക്കും. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുമാരേട്ടന്റെ വർണ്ണനയിലൂടെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഉച്ചപൂജയുടെ കളഭാലങ്കാരം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അറിയാം കളഭാലങ്കാരത്തിനെ കുറിച്ച്. ഇപ്പോൾ ഈ കളഭാലങ്കാരത്തിന് അല്ലെങ്കിൽ ചന്ദനം ചാർത്തില് കീഴ്ശാന്തിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റോളുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഉച്ചപൂജയുടെ കളഭാലങ്കാരത്തിന് വേണ്ടതായിട്ടുള്ള കളഭം അരച്ചു കൊടുക്കുന്നത് കീഴ്ശാന്തിക്കാരാണ്. ഈ കളഭത്തിനുള്ളത് മാത്രമല്ല, പുറത്തുള്ള പ്രസാദ വിതരണത്തിനുള്ള ചന്ദനം, പിന്നെ അതുമാതിരി പുഷ്പാഞ്ജലി പാക്കറ്റാക്കിയുള്ള ചന്ദനം, ഡെയിലി 200ഓളം ഉരുള, 200-ലധികം ഉരുളയാണ് കീഴ്ശാന്തിക്കാർ അരച്ചു കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഇത്ര ഒരു ഇല്ലം കൊടുത്തോളണം എന്നുള്ള, ഇവിടെ ഇല്ലത്തിൻ്റെ കണക്കാണല്ലോ മെയിനായിട്ട്, ബേസ് ഇല്ലാണല്ലോ, ഇല്ലം കൊടുത്തോളം എന്നുള്ളൊരു കണക്ക് വ്യക്തത ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് മാസം ഇത്ര ഉരുള ഇല്ലം കൊടുത്തോളണം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപദേവതമാരുടെ പൂജ, ഉപദേവന്മാരുടെ അലങ്കാരം എല്ലാം ചെയ്യുന്നത് കീഴ്ശാന്തിക്കാരനെയാണ്. അപ്പോൾ അതിനുള്ള ചന്ദനം, അലങ്കാരം എല്ലാം ചെയ്യണത്, അവിടുത്തെ അലങ്കാരം കഴിക്കുന്നതും ഇതേമാതിരി പൂജ കളഭാലങ്കാരത്തിന് മാതിരി തന്നെ സമാനമായ രീതിയിൽ അതിവിശേഷമായിട്ട് ചാർത്തുന്ന ദിവസങ്ങളുണ്ട് ഉപദേവൻ്റെ അവിടെ. ഉപദേവന്മാരവിടെ ചാർത്തുന്നതും അവിടുത്തെ ആവശ്യമുള്ള ചന്ദനം ഇത് കൊടുക്കുന്നതും എല്ലാം കീഴ്ശാന്തിക്കാരുടെ ചുമതലയിൽപ്പെടും. ഉപദേവന്മാരുടെ പൂജകളും നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഉപദേവന്മാരുടെ പൂജകൾ എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ, ഭഗവതിയുടെ, അതുപോലെ ഗണപതിയുടെ ഒക്കെ പൂജയും നിങ്ങൾ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. അതൊക്കെ ഇതുപോലെ തന്നെ ഊഴപ്രകാരം വരും. അവിടെ മേൽശാന്തിയോ ഓയിക്കന്മാരോ അല്ല. നിവേദ്യം തയ്യാറാക്കുന്നതും നിവേദിക്കുന്നതും നിങ്ങൾ. ഈ 6 മാസത്തെ തിടമ്പെഴുന്നള്ളിക്കാനുള്ള ശാന്തിയേറ്റ കീഴ്ശാന്തി എന്നതിലുപരി അനേക വർഷക്കാലമായിട്ട് ഗുരുക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവൃത്തി എടുത്തു വരുന്ന ഒരാളെന്ന നിലയിൽ ഭഗവാന്റെ ഒരു അത്ഭുതകരമായ എന്തെങ്കിലും ഒരു ലീല അല്ലെങ്കിൽ ഒരു അനുഭവം അത് പറയാൻ പറ്റും? ഈ കീഴ്ശാന്തിക്കാരെ ഭാഗത്ത് എന്ന് മാത്രമല്ല ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതായത് ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ
ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ശിവേലി ഉണ്ടാവാറുണ്ട്. ഈ ശിവേലിയുടെ പിന്നിൽ രാമം ജപിച്ചിട്ട് പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു നാരായണൻ നായർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലം ഭഗവാനെ ഭജിച്ച് നടന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇനി എന്ത് എന്ന ചോദ്യം പോലും ഭഗവാനോട് വെച്ചില്ല. അപ്പോഴേക്കും അടുത്ത ആള് വന്നോടെ. ഇതാണ് ഭഗവാൻ, എന്ത് പ്ലാനിങ് ആണ്. വെൽ പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മളൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ചോറൂണ്, അതേമാതിരി വിവാഹം ഇത്യാദി നടത്തുമ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ പ്ലാൻ ചെയ്യും. എന്തൊക്കെ വേണം, ഹോള് വേണം, എല്ലാം വേണമെന്ന് പ്ലാൻ ചെയ്യും. ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക്, അതായത് രാവിലെ ഉച്ചയ്ക്കായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് 4000 5000 വിശേഷ ദിവസങ്ങൾ 75,000 പേര് വരെ ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഇതിൻ്റെയൊക്കെയും എല്ലാം ഇവിടെ പ്ലാൻ ചെയ്യണത് ഭഗവാൻ മാത്രമാണ്. ഇവിടുത്തെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാനേജ്മെന്റ് മാറും, പാരമ്പര്യക്കാർ മാറും, ജീവനക്കാർ മാറും, പ്രവൃത്തിക്കാർ മാറും, എന്തിന് ആന വരെ മാറും, പശുക്കൾ മാറും, ഗുരുവായൂരപ്പന് പാൽപ്പായസം ഉണ്ടാക്കണ പാല് തരുന്ന പശുക്കൾ വരെ മാറും. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു യാതൊരു വിധ മാറ്റവും ഇല്ലാണ്ട് ഇപ്പോഴും തുടരുന്നു. ഇവിടെ മാനേജിങ് കമ്മിറ്റി ഇല്ലാണ്ട്, അതായത് ജീവനക്കാരടക്കം ഇതില്ലാണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ലാത്ത രീതിയിൽ, ഒരുവിധ കുറവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സുഗമമായിട്ട് നടന്നിരുന്നു. ഞങ്ങളുടെ ഇടയിൽ തന്നെ അഷ്ടവിരോഹിണിയുടെ തലേ ദിവസമാണ് ഒരു പെല ഉണ്ടായത്. ഒരു പെല വന്നാൽ 3 ഇല്ലം മാറി നിൽക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ പ്രവൃത്തി വരുന്നൊരു സമയം, ഏറ്റവും കൂടുതൽ പ്രവൃത്തി എടുക്കുന്ന ഒരു സമയം, വരേണ്ട സമയം, ഇത് എങ്ങനെ തരണം ചെയ്യുന്ന ആലോചിച്ച് ബുദ്ധിമുട്ടി. അപ്പം ഉണ്ടാക്കല്, അപ്പം അത്രയും 45,000-ഓളം 50,000-ഓളം അപ്പം തയ്യാറാക്കണം. ഇത്രയും ലക്ഷക്കണക്കിനൂടെ പാൽപ്പായസം, ഇതിന്റെ കൂടെ തന്നെ ആനപ്പുറത്തേക്ക് ആള്, ഇത് എല്ലാം കൂടി എങ്ങനെ തരണം ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു, ഒരുപാട് ചിന്തിച്ചിരുന്നു. പക്ഷെ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു വർഷം വേറെ ഉണ്ടായിട്ടില്ല. ഒരു സാധനത്തിനും കുറവില്ലാണ്ട് ഇത്രയും ആൾക്കാർ കുറഞ്ഞിട്ടും 30, 35, 40 ആൾക്കാർ കുറഞ്ഞിട്ടും ഒരു കാര്യത്തിന് പോലും ഒരു കുറവില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി നമുക്ക് പറയേണ്ടി വരും. ഈ അഷ്ടമരോഹിണിക്കൊക്കെ ഒരുവിധം എല്ലാ കീഴ്ശാന്തിക്കാരും പങ്കെടുക്കേണ്ടതായിരുന്നു. 150 ആളും പങ്കെടുത്താലും തീരാത്ത പ്രവൃത്തിയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ അദൃശ്യമായിട്ടുള്ള കരങ്ങൾ കാണുന്നില്ല. നമ്മൾ നമ്മുടെ 2 കാല് മാത്രമേ കാണുന്നുള്ളൂ, നമ്മൾ എടുത്തു നടക്കുന്ന 2 കാല് കാണുന്നില്ല എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പന്റെ അത്ഭുതങ്ങള് എന്നും എന്നും എന്ന് പറഞ്ഞ പോലെയാണ്. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ തന്നെയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശ്രീ ഗുരുവായൂരപ്പന്റെ അത്ഭുത ലീലകളെ കുറിച്ചാണ്, അത് അനുഭവങ്ങളെയും കുറിച്ചുമാണ്. പക്ഷെ അങ്ങയുടെ പേഴ്സണൽ ഒരു അനുഭവം പറയാൻ പറഞ്ഞാൽ, എനിക്കറിയാം എല്ലാ ദിവസങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പനാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്, നമുക്ക് അങ്ങനത്തെ അനേകം അനുഭവങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വലിയ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? അതായത് ഈ കീഴ്ശാന്തി പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇതിൽ ജനിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇതിലത്തെ പ്രവൃത്തി എടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായാൽ മതി, ബാക്കി ഭഗവാൻ ഏറ്റു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൽ ജനിച്ചതിലും ഈ പ്രവൃത്തി നമ്മൾ എടുത്തു പോരുന്നതിലും അത്രയും തൃപ്തി ഉള്ള ഒരു കീഴ്ശാന്തിക്ക് ഒരു വരും തലമുറ നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് അടുത്ത ജനറേഷന്, അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഈ പ്രവൃത്തികൾ പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് അനന്തരാവകാശികൾ വേണം. അപ്പോൾ ഈ പ്രവൃത്തിയുടെ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരാൾ അത് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം സബലീകരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഇതായിട്ട് ഞാൻ 20 വർഷത്തോളാണ് ഒരു വഴിപാട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാതെ വയ്യ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, ഭഗവാനെ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ വഴിപാട് ചെയ്യാം, ഭഗവാനെ എനിക്കത് തന്നാൽ ഞാൻ അത് ചെയ്യാം. ഞാൻ 20 വർഷത്തോളം ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വഴിപാട് നേർന്നത് കണ്ടിന്യൂ ചെയ്തു, ഇനിയും കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ഇരട്ടി മധുരാക്കി തീർത്തു. ഇനി അത് നിലനിർത്താനുള്ളതും കൂടി ഭഗവാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടതെന്ന് കണ്ടറിഞ്ഞ് തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. ഈ ഒരു അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ഒരു കാലഘട്ടത്തില് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതാണ് അച്ഛൻ ആനപ്പുറത്ത് തിടമ്പ് എഴുന്നള്ളിക്കുന്ന സമയത്ത് മകൻ മഞ്ഞൾക്കുടം, അതായത് ശ്രീ ഗുരുവായൂരപ്പന്റെ ആറാട്ടിന് വേണ്ട മഞ്ഞൾ കുടത്തിലാക്കിക്കൊണ്ട് ആ 10 വയസ്സുകാരൻ ഉണ്ണി ആനപ്പുറത്തിരുന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഭാഗ്യം, അതല്ലെങ്കിൽ അനന്തരാവകാശി ഉണ്ടാവണം എന്ന് മാത്രമായിരിക്കും അങ്ങ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുക. ഒരേ സമയം ഇത് രണ്ടും കൂടി സംഭവിക്കും എന്ന് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നു?
ഇല്ല, ഒരിക്കലും. തീർച്ചയായിട്ടും വിചാരിച്ചിട്ടില്ല. നമുക്ക് എന്താണോ ആഗ്രഹം എന്ന് സാധിപ്പിക്കാൻ ഭഗവാന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു തന്നെ പറയേണ്ടി വരും. ഇത് ഭഗവാന് മാത്രം സാധിക്കുന്ന ഒരു സാധിക്കും. കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് തരാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണ് ശ്രീ ഗുരുവായൂരപ്പൻ തരിക എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് കണ്ട ഒരു ദിവസമാണ് കഴിഞ്ഞ ആറാട്ട്. അത് ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം ആനപ്പുറത്തിരുന്ന് ഗുരുവായൂരപ്പനെ പൊൻതിടമ്പല്ല, എന്നാ പഞ്ചലോഹ തിടമ്പാണ്, ആറാട്ട് തിടമ്പാണ്. അത് എഴുന്നള്ളിക്കുന്നത് കാണുന്നതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണദേവും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും സന്തോഷം തോന്നിയ നിമിഷമാണ്. ആ ഒരു നിമിഷത്തിനെ കുറിച്ച്, ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന 20 വർഷങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മളെല്ലാ ഭക്തർക്കും ഒരനുഭവം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവരാണ്. എൻ്റെ അടുത്ത് എല്ലാ പ്രേക്ഷകരും പറയുന്നത്, ഞാൻ ആ വഴിപാട് ചെയ്തു, ഞാൻ ഈ വഴിപാട് ചെയ്തു, ഇനി എന്താ ചെയ്യാൻ മോളെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ അവരോട് കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, അവർക്കത് കാത്തിരിക്കാൻ പറ്റുമോ, അവർക്ക് ഈ ഉത്തരം സാറ്റിസ്ഫാക്ടറി ആവുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരമാണ് ഇത്. 20 വർഷക്കാലമാണ് കാത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഉണ്ണി ഉണ്ടായി, ഉണ്ണിയുടെ ഉപനയനം കഴിഞ്ഞ് അവന് അമ്പലത്തിലെ പ്രവർത്തികൾ ചെയ്യാറായി, ആനപ്പുറത്ത് കയറാറാവുന്ന ആ കാലഘട്ടം, ഉണ്ണി ഉണ്ടായത് വരെയല്ല ആ വഴിപാട് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഉണ്ണി ഉണ്ടാകുന്നത് അല്ല 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 വരെയല്ല. അല്ല നമ്മൾ വഴിപാട് നിർത്തണ്ട, തുടരുക. ഇനി ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഭഗവാനാണ്. ഇപ്പൊ ഭഗവാൻ തന്നു, ഇനി ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും ഇതിൻ്റെ ഉള്ളിലേക്ക് ശാന്തിയായിട്ട് എത്തി പ്രവൃത്തിക്കാരനാക്കേണ്ടതും ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണോ നേർന്നത് അത് തുടർന്നുകൊണ്ടേ പോവാം. ആ തുടരാനുള്ള സാഹചര്യം ആര്? ഭഗവാൻ ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി തരും. അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം നമ്മളൊരു വഴിപാട് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഇത് എനിക്ക് തുടർന്ന് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. ഞാൻ കേട്ടിരുന്നു ഈ ഒരു 6 മാസം ഈ ഊഴത്തിന്റെ ഇടയിൽ 23 വർഷമായിട്ട് എഴുന്നള്ളിപ്പിന് വരാത്ത ആനയും 36 വർഷമായിട്ട് എഴുന്നള്ളിപ്പിന് വരാത്ത ആനയും, ഈ 2 ആനകളും അങ്ങയുടെ ആ ഒരു സമയത്ത് എഴുന്നള്ളിപ്പിന്റെ സമയത്ത് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിരുന്നു. ഈ 2 ആനപ്പുറത്തും അജയുടെ കേറി എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പേടി തോന്നിയിരുന്നു? ഇല്ല, പേടി തോന്നിയിട്ടില്ല. പേടി തോന്നിയിട്ടില്ല പറഞ്ഞതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ഭൗതികത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യർ. ഈ ശാന്തി ഏൽക്കുമ്പോൾ തന്നെ മനസ്സിൽ കരുതി കുഴപ്പമില്ലാത്ത ആന വരണേ, കയറാൻ പറ്റുന്ന ആന വരണേ, ബുദ്ധിമുട്ടില്ലാത്ത ആന വരണേ, കംഫർട്ടായിട്ടുള്ളത് വരണേന്ന് ചിന്തിച്ചു. നമ്മൾ ഏതാണോ ചിന്തിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ട് അവർക്ക് ഊഴപ്രകാരമാണ് വരിക. അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, ഊഴുണ്ട്, അവർ ഊഴപ്രകാരമുണ്ട്. ഏതാണോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആ ആന തന്നെ വന്നു. അപ്പോൾ നമുക്ക് അതിൽ എന്താ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ്, നീയല്ല കയറുന്നത്. എൻ്റെ ആനേനെ ഏത് വേണം നിശ്ചയിക്കാനും എന്ത് ചെയ്യണം നിശ്ചയിക്കാനും എൻ്റെ ചുമതലയാണ്. നിൻ്റെ സംരക്ഷണമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഭഗവാന്റെ അടുത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ആനയെ കണ്ടാലും ഭയക്കണ്ട, ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ ഞങ്ങളൊക്കെയും പ്രവൃത്തി എടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിക്കാരോട് ചോദിച്ചാലും പറഞ്ഞുതരും. 3 ട്രിപ്പ് കഴിഞ്ഞ് വയ്യായില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇതൊന്നും ചെയ്യണത് നമ്മളല്ലല്ലോ ഭഗവാനല്ലേ ചോദിക്കും. പിന്നെ ഒന്ന് കുളത്തിൽ പോയി കുളിച്ചാൽ മാറാറുള്ളത് ഈ വയ്യായൊക്കെ. ഇതിനിടയിൽ ഒരു മഹാഭാഗ്യം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 10 ദിവസം അടുപ്പിച്ച് തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ദിവസവും 3 നേരവും അത്രയും തവണ ഇപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞു, എന്നാലും ആ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കൂ. അത് ഈ അനുഭവം നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, എങ്കിൽ കൂടി പറയാം. 10 ദിവസം 3 നേരം അടുപ്പിച്ച് എഴുന്നള്ളിക്കുക, അതുപോലെ തന്നെ അകത്ത് നേരെയാക്കാനുള്ള പ്രവൃത്തികൾ ഒന്നിച്ചു വരിക. നമുക്കപ്പോൾ ഓവർ ഡ്യൂട്ടി വെച്ചാൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇത്രയും ഇതായിട്ടുള്ള ടൈമിന് ഭയങ്കര ലിമിറ്റ് വരുന്നുണ്ട്, അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. രാവിലെ രാത്രി 11:30 പോയി കഴിഞ്ഞാൽ വീണ്ടും രാവിലെ 5:30 6 മണിക്ക് വന്ന് വീണ്ടും എഴുന്നള്ളിപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവൃത്തികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഭഗവാനില്ലേ, ഞാനില്ലേ, നീ എന്തിനു പേടിക്കണോ ചോദിക്കില്ലേ, ഞാനില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കണത്, ഞാൻ നോക്കിക്കോളും, നീ എന്തിനാ, നീ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഇതാണ് അതിൻ്റെ ഉത്തരം. അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടേക്ക് അത് ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. അത് നമ്മുടെ കഴിവല്ല, ഭഗവാന്റെ കഴിവാണ്. ഈ അകത്ത് നേരെയാക്കൽ എന്നൊരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണത് അകത്ത് നേരെയാക്കൽ? അത് കൂടുതലും പ്രേക്ഷകർക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു ജോലിയാണ്.
അതായത് അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. അതായത് സാധാരണ അത്താഴപൂജ കഴിഞ്ഞാൽ അവിടെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു സമ്പ്രദായം ശ്രീലകത്തിനുള്ളിൽ മുഴുവൻ കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു സമ്പ്രദായം നിലവിലുണ്ട്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. നമ്മൾ മൂകാംബി ചെന്നാൽ കാണാം. എല്ലാ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അത്താഴപൂജ കഴിഞ്ഞാൽ ഇങ്ങനൊരു സമ്പ്രദായം കാണാം. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകം വെച്ചാൽ ഇവിടെ ഈ സാധനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ വെള്ളിക്കുടം, പാത്രങ്ങൾ, സ്വർണം ഇത്യാദികളുടെ എണ്ണത്തിനൊരു കണക്ക്, കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഈ കണക്ക് അവിടെ ഉള്ളപ്പോൾ നമുക്കത് കൃത്യമായിട്ട് തന്നെ ഓരോ സാധനവും പുറത്തേക്ക് ഇട്ട് തിരിച്ച് കഴുകി വൃത്തിയാക്കി തിരിച്ച് അവിടെ തന്നെ കണക്ക് പ്രകാരം വെക്കേണ്ട ഒരു ചുമതലയുണ്ട്. ഈ സ്വർണത്തിനും വെള്ളിക്കൊക്കെയും എല്ലാ മാസവും ഓഡിറ്റ് വരുന്നുണ്ട്, എല്ലാ മാസവും കണക്കെടുപ്പുണ്ട്. ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അകത്ത് നേരെയാക്കുക എന്നുള്ളത് ശാന്തിയേറ്റ ആളുടെ ചുമതലയാണ്. ശാന്തിയേറ്റ ഇല്ലത്തിൻ്റെ അല്ല, ശാന്തിയേറ്റ ആളുടെ ചുമതലയാണ്. ആ വ്യക്തിയുടെ ചുമതലയാണ്. ആ വ്യക്തിയാണ് നിർവഹിക്കേണ്ടത്. ശ്രീലകത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ച് വെള്ളിപ്പാത്രവും ഒക്കെ തിരിച്ച് തിരിച്ച് സ്വീകരിക്കണം. അകത്ത് അത് കണക്ക് ബോധിപ്പിക്കണം. ആ കണക്ക് ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഈ കണക്ക് എല്ലാം ഒത്തു നോക്കി കഴിഞ്ഞിട്ട് കണക്ക് ഒത്തു നോക്കി മോറി, അതായത് ഈ പാത്രങ്ങൾ ഇവിടെ മോറാനുള്ള ചുമതല പത്തുകാരൻ വാരരെ. പത്തുകാരൻ വാരി കഴിഞ്ഞാൽ പാത്രം തേപ്പാരി ഇത് മോറിക്കൊണ്ടിരുമ്പോൾ ഇത് പത്തുകാരൻ വാരി നമ്മളെ ഏൽപ്പിച്ചു തരും. നമ്മളെ ഏൽപ്പിച്ചു തന്നിട്ട് നമ്മൾ അവരോട് കണക്ക് കിട്ടി ബോധിച്ചു എന്ന് നമ്മൾ അവരെ തിരിച്ചറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ അവരത് സെക്യൂരിറ്റി ഓഫീസറെ, ഉദ്യോഗസ്ഥന്മാരെ, ആ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുമ്പോൾ പിന്നെ അവർ മടങ്ങുകയാണ് ചെയ്യും. ഇത് കിട്ടി ബോധിച്ചാൽ മാത്രമേ അവിടെ രാത്രി ശിവേലി എന്നുള്ള ഇത് പറയാറുള്ളൂ. അതുവരെ ആ ഒരു ശിവേലി ഉള്ളിൽ ഇത് പല പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഭക്തർക്കും അറിയാത്ത കാര്യമാണ്. അത്താഴപൂജയുടെ സമയത്ത് ഒരുപാട് മറവ് വരാറുണ്ട്. അതായത് ശ്രീഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ക്ഷേത്രത്തിലെ ശ്രീലകത്ത് നിൽക്കുന്ന നമ്പൂതിരിമാരുടെ പുറകുവശമാണ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. അത്താഴപൂജ കഴിഞ്ഞ് ശ്രീലകം മുഴുവനും വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളും മറ്റ് അവശ്യ വസ്തുക്കളെല്ലാം പുറത്തേക്ക് വെച്ച് അത് കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവന്ന് തരുമ്പോൾ ഇവരത് അകത്തേക്ക് തന്നെ എടുത്തു വെക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നേരം മറവ് വരുന്നത്. ഇവരുടെ ഒരു ചുമതലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മളെല്ലാവർക്കും ഒരു പുതിയ അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇതറിയാത്ത ആൾക്കാരോടാട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയധികം മറവ് വരുന്നത്. പക്ഷെ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ആ മറവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ചു നേരം നിന്ന് തൊഴാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയും കൂടി ഈ ഒരു ചുമതലയിൽ പെട്ടതാണ്. ശാന്തിയേറ്റ് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പകത്ത് നേരെയാക്കുമ്പോൾ നേരത്തെ പറഞ്ഞാലും മറവ് വരാറുണ്ട്, ഇല്ല എന്ന് പറയില്ല. മറവ് വരുമ്പോൾ ഞങ്ങൾ തന്നെ പരമാവധി ഇത്രയും മണിക്കൂറുകൾ നിന്നിട്ടാണ് ഈ ഭക്തർ വരുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് കാണണമെങ്കിൽ ഞങ്ങൾ പരമാവധി മറയാണ്ടിരിക്കുക. അതായത് വരും തലമുറയോട് പറയാം, ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് പറയാം, മറയരുത് എന്ന് ആദ്യം പറയാം, മറന്ന് നിൽക്കരുത്, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ അകത്തേക്ക് പോയി വന്നേ പറ്റൂ. അത് അവിടുത്തെ ഒരു സിസ്റ്റമാണത്. നമുക്കത് ചെയ്തേ പറ്റൂ. നമുക്കിപ്പോൾ ഈ അത്താഴപൂജ തുറന്നു കഴിഞ്ഞാൽ അപ്പം അട സാധനങ്ങളൊക്കെയും പുറത്തേക്ക് ഇടണം, ഈ വെള്ളി പുറത്തേക്ക് ഇടണം, നിവേദ്യ സാധനങ്ങൾ ഫുള്ള് ഈ അട ഉണ്ടാക്കുന്നത് മുഴുവൻ ശ്രീലകത്ത് കൊണ്ടുപോയിട്ടാണ് പൂജിക്കുക. ഇവിടെ പൂജിക്കാണ്ട് നിവേദിക്കാണ്ട് ഒന്നും കൊടുക്കണില്ല, ഒന്നുമില്ല. ലക്ഷക്കണക്കിന് അപ്പം വരുമ്പോഴും പായസം വരുമ്പോൾ ഈ പായസങ്ങൾ മാത്രം സ്വർണ്ണക്കുടത്തിലെടുക്കുകയും ബാക്കി പായസങ്ങൾ ആവാഹിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക. പൂജയുടെ സമയത്ത് അത് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഭഗവാൻ എല്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുക. നിവേദ്യത്തിന്റെ ഇടയിൽ അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഭഗവാൻ അകത്തേക്ക് സ്വീകരിക്കും. അതിൻ്റെതായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള പാത്രങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ അതിലാണ് കൊണ്ടുപോകുക. ബാക്കി ഭഗവാൻ സ്വീകരിക്കുന്ന ചടങ്ങായിട്ട് സിസ്റ്റം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ നിവേദിക്കാണ്ട് ഒരു സാധനം പോലും കൊടുക്കുന്നില്ല. അപ്പൊ ഈ ടിന്നുകളിലാക്കിയിട്ടുള്ള നെയ് പായസങ്ങളും നിവേദിച്ചതിന് ശേഷം തന്നെ തീർച്ചയായിട്ടും ഓരോ ആദ്യം അത് നിവേദിച്ചതിന് ശേഷമാണ് ടിന്നുകളിലാക്കുക. അതെ അതെ, നേരെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി ടിന്നിലാക്കുകയല്ല. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ടിന്നിൽ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യം തന്നെ അവിടെ അത് നെയ്തിച്ചതിന് ശേഷം മാത്രമാണ് ഓരോന്നും ടിൻഡാക്കി നമ്മുടെ കയ്യിൽ പാക്ഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതും ഒരു വലിയ അറിവ് തന്നെയായിരിക്കും എല്ലാവർക്കും അല്ലെ. കുറെ പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, മുഴുവനായിട്ട് നെയ്തിക്കാതെയാണ് കിട്ടുന്നതെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരു പഴം പോലും ഭഗവാന് നെയ്തിക്കാതെ ഒരു തുളസിയില ഇടാതെ നമുക്ക് കിട്ടുന്നതല്ല എന്നുള്ളത് വലിയൊരു അറിവ് തന്നെയാണ്. അതേമാതിരി തന്നെ കീശാന്തിക്കാരുടെ ഈ ഒരു ചുമതലയിൽ അകത്തെ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ചുമതലയും കൂടി വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അകത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്? അതായത് അത് ശാന്തിയേറ്റ ഇല്ലത്തിന്റെ ചുമതലയാണ്. നേരത്തെ പറഞ്ഞ അകത്ത് നേരെയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാന്തിയേറ്റ വ്യക്തിയുടെ ചുമതലയാണ്. ഇത് ഇല്ലത്തിന്റെ ചുമതല. ഇല്ലത്തെ ഊഴപ്രകാരം വരുന്ന ആള്, ഒരു വ്യക്തിക്ക് ഊഴം വരുമ്പോൾ, അതായത് ഉച്ചപൂജയ്ക്ക് നമ്മൾ നേദിക്കുന്ന എലിശ്ശേരി, പഴപ്രഥമൻ,
കായ വറുത്തത്, പിന്നെ ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്നത് അകത്ത് പ്രവൃത്തി ശാന്തിയേറ്റ ആളുടെ ഇല്ലത്തുള്ള ആൾ. ഇതാണ് ഇതൊക്കെയും തയ്യാറാക്കിയിട്ട് 4 കറിയോടും എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ള എല്ലാ കൂട്ടം ഇതായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക്. അതിൽ കാളുണ്ടാവും, പാലട, എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ് എന്നും എന്നോണം വെച്ചാൽ നമ്മളങ്ങനെ കണ്ടിന്യൂ. പിന്നെ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളിടയ്ക്ക് ഇങ്ങനെ വല്ല കൈപ്പയ്ക്കോ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതും നമുക്കൊരു പുതിയ അറിവായിരിക്കും. 4 കൂട്ടം പ്രഥമനോട് കൂടിയുള്ള വിപുലമായ രീതിയിലുള്ള സദ്യ തന്നെയാണ് എല്ലാ ദിവസത്തെയും ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പനെ നീതിക്കുന്നത്. അത് തയ്യാറാക്കുന്നതും അകത്ത് പ്രവൃത്തി എന്ന് പറയുന്ന ആ ഒരു ചുമതലയുള്ള ഇല്ലം, ആ ഇല്ലം വരുന്നത് ഈ ഒരു ശാന്തിയേറ്റ കീഴ്ശാന്തി കുടുംബം, 2 കുടുംബക്കാർക്കാണ് ആ ഒരു ചുമതല വരുന്നത്. അപ്പൊ അതിന് 4 കൂട്ടം പ്രഥമൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 കൂട്ടം പായസങ്ങളെ കുറിച്ച് അറിയില്ലേ? 4 കൂട്ടം പായസങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 കൂട്ടം പായസം എന്ന് പറയുമ്പോൾ പഴപ്രഥമൻ, പാലട, ഇരട്ടി പായസം, പാൽപ്പായസം, 4 പായസം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കീഴ്ശാന്തി വിഭാഗത്തിൽപ്പെട്ട അനേകം പേര് എഡ്യൂക്കേഷണലി ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന്. അവരാരും എന്താ പറയാ, ഈ ഒരു കീഴ്ശാന്തി ജോലിയെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ ആയിട്ട് കണക്കാക്കാതെ ഈ ജോലിക്ക് വരുന്നവരാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയൂ. 100% ശരിയാണ്. ഇതൊരു ഡെഡിക്കേഷനാണ്. ഇതിൽ ഭൗതികതയുടെ അപ്പുറത്തേക്ക് ആധ്യാത്മികത നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിന് മെയിനായിട്ട് പറയാനെന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ബോസ് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ നമ്മളെല്ലാം ചെയ്യണതും എല്ലാം അർപ്പിക്കണതും ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരുടെയും ധാരണ ക്വാളിഫിക്കേഷൻ അല്ലാത്ത ആൾക്കാരാണ്, എല്ലാം ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ള ധാരണയാണ്. പഴയ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കാം, അവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉള്ളവർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അതായത് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ ഞങ്ങളുടെ ശമ്പളം ഡിവിഷൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ 150 പേരുടെ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ, പഴയ കാരണവന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പോണത്. പറഞ്ഞല്ലോ, ഇതൊരു മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ വിഭാഗത്തിനോ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഈ പ്രവൃത്തിയെ പറ്റിയിട്ടും ഇതെങ്ങനെ ഡിവിഷൻ വരണോ, ഇതെങ്ങനെ പരസ്പരം മുട്ടാതെ പോകണം, ഇത് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുള്ളൊരവസ്ഥ. ഇതിന്ന് വെള്ളം കോരിയെടുക്കാൻ എങ്ങനെ ഇത് ബാലൻസ് ചെയ്തിട്ട് പറ്റും? പിന്നെ ചെറിയ കുട്ടികൾ ആനപ്പുറത്ത് കയറുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഈ പറയണതൊക്കെയും. ശരിയാണ്. എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുള്ള, നമ്മൾ മണിക്കിണർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, മണ്ഡപത്തിന്റെ അവിടെ നിന്ന് സോപാനത്തിലേക്ക് പോകുന്നത്. അവിടെ നമ്മളൊരു കപ്പിയോ അഴിയോ അല്ലെങ്കിൽ വെള്ളം കോരുന്ന സിസ്റ്റമോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇവരവിടെ നിന്ന് വെള്ളം കോരുന്നത് കാണാം. അത്യാവശ്യം ആഴമുള്ള കിണറാണത്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ആ കിണറിൻ്റെ ആഴം കണ്ടിട്ടുണ്ട്, കമ്പിവലയൊക്കെ വരുന്നതിന് മുൻപ്. അപ്പോൾ ആ ഒരു കിണറിൻ്റെ അത്രയും ആഴത്തിൽ നിന്ന് എങ്ങനെ കോരിയെടുക്കുന്നു, ഇത് വലിയൊരു അത്ഭുതമാണ്. അതേമാതിരി തന്നെയാണ് ആനപ്പുറത്തിരിക്കുന്ന കുട്ടികൾ. അത് ശരിക്കും കുട്ടികൾ തന്നെയാണ്, ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്, പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ ഒക്കെ ശരിക്കും. അപ്പം ആ ഒരു 18-19 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ ഒരു ആനപ്പുറത്ത് കയറി ഇരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു മെയ്വഴക്കം കണ്ടാൽ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പൻ ബോസ് ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് തന്നെ വേണം അല്ലേ കരുതാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയുടെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഈ ടെക്നോളജിയുടെ മാറ്റത്തിൽ നമ്മൾക്കിപ്പോൾ സാലറി വിതരണം, നമ്മൾ നേരത്തെ പ്രതിപാദിച്ച മാതിരി ഞങ്ങളുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സാലറി വിതരണം ഇത് ഒരു ദേവസ്ഥനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്ക് വഴിപാടുകളുടെ 100% വരുന്നത്. ഈ പേഴ്സൻറ്റേജ് ഡിവിഷൻ വരുമ്പോൾ ഇല്ലം ബേസ്, വ്യക്തി ബേസ്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്കുണ്ട് ഇതിന്. അപ്പോൾ അത് പ്രകാരമാണ് വരിക. അപ്പോൾ ഇത് ഡിവിഷൻ ചെയ്യണതും സെക്ഷൻ ആക്കണതും ഇതൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി തയ്യാറാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് മാതിരി അതിനും ഞങ്ങളുടെ ഇടയിൽ ആളെ ഭഗവാൻ തന്നു, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഭഗവാൻ തന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എഴുതിയിരുന്ന സിസ്റ്റം എന്താ വെച്ചാൽ പണ്ടത്തെ കണക്ക് പ്രകാരം രജിസ്റ്ററിൽ എഴുതിയിട്ടാണ് കഴിഞ്ഞ ശാന്തിക്ക് ശമ്പളം കൊടുത്തിരുന്നത്. അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി, ഇപ്പോൾ GST പിടിച്ചിട്ടും എല്ലാം ഇത്ര പെർസെൻറ്റേജ് പോയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അപ്പോൾ അതിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരെ അതും ഭഗവാൻ എന്ത് ചെയ്തു, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഭഗവാൻ മുൻകൂട്ടി, അദ്ദേഹം ത്രികാലജ്ഞാനിയാണല്ലോ, അദ്ദേഹത്തിന് എല്ലാ കാലത്തും ആരൊക്കെ എവിടെയൊക്കെ വരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടല്ലോ.
എല്ലാം ഭഗവാൻ കൊണ്ടു നടക്കുകയാണ്. ഇനിയാണ് പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യം, അതിപ്രധാനമായ ചോദ്യം. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ആറാട്ടുതിടമ്പ് എഴുന്നള്ളിച്ച് വരുന്ന അജയന്റെ ആ ഒരു ഫോട്ടോ ഒരുപാട് പേരിലേക്ക് എത്തിയ ഫോട്ടോ ആണ്. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആറാട്ടുതിടമ്പം ഭഗവാനെ എഴുന്നള്ളിച്ച് വരുന്നുണ്ടായിരുന്നത്. ആ ഒരു അനുഭവം എല്ലാ ദിവസവും ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ആളാണ്, എല്ലാ ദിവസവും പൊൻതിടമ്പ് ഏന്തുന്ന ആളാണ്. പക്ഷെ അന്നത്തെ ദിവസം ആറാട്ടുതിടമ്പാണ്, പഞ്ചലോഹത്തിടമ്പാണ്. വർഷത്തിലൊരിക്കൽ മാത്രം എടുക്കുന്ന ആ ഒരു ഭഗവാനെ കയ്യിലെടുത്തപ്പോഴത്തെ അനുഭവം, അത് അന്ന് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന്? തീർച്ചയായിട്ടും. അതായത് ആറാട്ട് ദിവസം നമ്മൾ എടുക്കുന്ന തിടമ്പ് പഞ്ചലോഹ തിടമ്പാണ്. നമുക്ക് പൂജിച്ചതിന് ശേഷം തന്ത്രിയമ്പൂരിപ്പാട് അത് കയ്യിലെടുത്ത് തരുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം തോന്നുന്ന ചിന്ത എന്താ വെച്ചാൽ നമുക്കിത് സാധിച്ചുല്ലോ എന്നാണ്. പിന്നെ നമ്മൾ ഈ ഇതിൽ ജനിക്കാനും നമുക്കിതൊക്കെ അനുഭവിക്കാനും പിന്നെ നമുക്കിതിനൊക്കെ ഭാഗ്യം ഉണ്ടാവാനും നമുക്ക് ഊഴം വന്ന് ഇങ്ങനെയൊക്കെ ലഭിക്കാനും അത് മാത്രം പോരാ, അത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ഭഗവാന്റെ അത്യധികമായ അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ അത് മാത്രമല്ല, ഇനി എനിക്ക് സാധിക്കില്ലല്ലോ എന്നാലോചിച്ചിട്ടുള്ളൊരു വിഷമവും. അതുപോലെ കയ്യിലെടുത്ത് തന്നിട്ട് നമ്മളവിടുന്ന് ശ്രീലകത്തിൻ്റെ പടി ഇറങ്ങുമ്പോൾ ശരിക്കൊരു ചക്രവർത്തി ഇറങ്ങണ പ്രൗഢി, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ഒരു ചക്രവർത്തി എങ്ങനെയാണ് നമ്മൾ ഇറങ്ങണത് നമ്മൾ പല വിഷ്വലും കണ്ടിട്ടുണ്ടാവും. വല്ലാത്തൊരു പ്രതീതിയാണത്. ഇത് കഴിഞ്ഞ് നമ്മൾ കൊടിമരച്ചോട്ടിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന, അത് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഇതിന് അവസരം ലഭിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിഭാഗ്യമാണ്. എത്രയോ തലമുറ മുമ്പ് ചെയ്തിട്ടുള്ള കാരണവന്മാർ ചെയ്ത സുഹൃതം കൊണ്ട് മാത്രം, പരദേവതമാരുടെ അനുഗ്രഹം എല്ലാം കൊണ്ട് മാത്രം ഇതിൽ ജനിക്കാനും ഇതൊക്കെ അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടായാലും ജനിച്ചാലും മാത്രം പോരാ, ഇത് അനുഭവിച്ച് പൂർത്തിയാക്കണം. അത് ഭഗവാന്റെ ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എന്നേക്കാൾ അനുഭവമുള്ള എത്രയോ കീശാന്തിക്കാരുണ്ടാവും, എത്രയോ പേര് നമ്മളെ അറിവ് വളരെ പരിമിതമാണ്. എത്രയോ പേര് അനുഭവസ്ഥരുണ്ടാവും. അപ്പോൾ എന്തായാലും അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം സാധിക്കാവുന്ന കാര്യങ്ങൾ, ലൈഫിലെ ഭാഗ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. 3 ഉത്തരമാണ് ഇതിനെനിക്ക് പറയാനുള്ളത്. ഇതെനിക്ക് സാധിച്ചുല്ലോ, എനിക്ക് പറ്റിയില്ലോ, പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിനി എനിക്കില്ലല്ലോ എന്നുള്ള അവസ്ഥ. ഇത് കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് അവസാനം ആ തിടമ്പെടുത്ത് ആനപ്പുറത്ത് കയറുമ്പോൾ മൈൻഡ് മുഴുവൻ ബ്ലാങ്കാണ്. ഹരേ വിളി മാത്രമേ കേൾക്കാള്ളൂ, ഒന്നും കാണാനില്ല. നേരെ തിടമ്പകത്തേക്ക് പോയിട്ട് കിഴക്ക് ഭാഗത്തും പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് തിടമ്പ് എന്തിനാ തിരിക്കണത് ചോദിച്ച ആൾക്കാർ, ഞാൻ പോലും അറിയാണ്ട് തിരിഞ്ഞു പോണൊരവസ്ഥയാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ചുറ്റുമുള്ളവരെ ഹരേ വിളി കേൾക്കുമ്പോൾ ഒന്നുമല്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള തോന്നല്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രദക്ഷിണം കഴിഞ്ഞ് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് രാത്രി ഇത് കഴിഞ്ഞാൽ അത്താഴ പൂജ, അത്താഴ ശിവേലി ഉണ്ട്. ഈ അത്താഴ പൂജ, അത്താഴ ശിവേലി കഴിഞ്ഞിട്ടും അപ്പോൾ തന്ത്രിയമ്പൂരിപ്പാട് ചോദിച്ചു, വയ്യായി ഒന്നുമില്ലല്ലോ? അപ്പോൾ ഒന്നുമില്ല. എന്താ ചോദിച്ചു? ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഭഗവാനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് വയ്യായ പറഞ്ഞ അവസ്ഥ ഇല്ല. ഇത് കഴിഞ്ഞ് തിരിച്ചതെല്ലാം കഴിഞ്ഞിട്ട് തൃപ്പയും കൂടി കഴിയുമ്പോൾ 2 മണിയോ വന്നു. ഇത് എത്രയോ വർഷമായിട്ട് ശാന്തിയേറ്റ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. എന്നേക്കാൾ കൂടുതൽ എത്രയോ പേർക്ക് പറയാനുണ്ടാവും, ഇതിൽ കൂടുതൽ പറയാനുണ്ടാവും, ഇതിലധികം പറയാനുണ്ടാവും, ഇതിനേക്കാൾ അനുഭവങ്ങൾ പറയാനുണ്ടാവും. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടും എനിക്ക് കിട്ടിയ ചെറിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയണത്. എൻ്റെ കണ്ണെന്നറിയാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഇതിൽ ജനിച്ചു, ഇത് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായി, ഇതിങ്ങനെ കുഴപ്പമില്ലാണ്ട് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് തരായില്ലോ, ഇതെനിക്കിനി സാധിക്കില്ലല്ലോ
ഇതാണ് എൻ്റെ ഉത്തരം. എല്ലാം ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എനിക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ ഏട്ടനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനൊരു സെഷന് അനുവദിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം, ഇതൊക്കെ ചെയ്തു തന്നതിൽ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തൃപ്പുകയ്ക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കണേന്ന് ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് എനിക്ക് മറുപടിയും പറയാറുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% എല്ലാം അറിവുള്ളതാണെന്നോ ഒന്നും നമ്മൾ അവകാശപ്പെടണമെന്നില്ല. നമുക്ക് പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് സമാധാനം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ചിന്തകളും, എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. ഈ സമാധാനം തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക, ഭഗവാനെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാണ്ടെങ്കിലും നമുക്ക് എന്തായാലും എല്ലാത്തിനും സമയപരിമിതി ഉണ്ട്. എന്തായാലും ഭഗവാൻ ഉറച്ച് വിശ്വസിച്ചാൽ ഒട്ടും കഷ്ടപ്പെടേണ്ടേ ബുദ്ധിമുട്ടേണ്ടേ വരില്ല എന്നുള്ളത് അനുഭവം വ്യക്തം. ശരി.